ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അതെന്തായിരുന്നു വെച്ചാൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതായിരുന്നു ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗ് കാണിക്കാനാണ്. അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് കുറച്ച് നേരത്തെ എത്തിയുള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കോളേജ് ബാഗിനകത്തുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓൾറെഡി BEd ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്താണ് എന്നൊക്കെ. പക്ഷെ ഞാൻ PGക്ക് ചേർന്നു. ഞാൻ കേരളവർമ്മ കോളേജിൽ PGക്ക് ചേർന്നു. സോ അപ്പോൾ ഇതാണ് എൻ്റെ കോളേജ് ബാഗ്. ഓക്കെ, ഇത് ഞാൻ BEdന് വേണ്ടി വാങ്ങിയതാണ്. അത് ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോഴാണ് വാങ്ങിച്ചത്. പിന്നെ ഞാൻ കോളേജ് ബാഗ് ആക്ച്വലി മാറ്റിയിട്ടില്ല. സോ ഇതന്നെയാണ് എൻ്റെ ബാഗ്. ഇനി ഇത് കേടാവുമ്പോൾ വാങ്ങിച്ചാൽ മതിയല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. ഈ ഒരു നോട്ട്ബുക്ക് മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ. എല്ലാം ഇതിൽ തന്നെയാണ് ഞാൻ എഴുതാറ്. സോ ആദ്യം ഒരു ബുക്ക് ഉണ്ട്, പിന്നെ എൻ്റെ ഫയൽ, അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫയലുണ്ട്. പിന്നെ ഞാനിന്ന് കടയിൽ നിന്ന് പോരുമ്പോൾ കുറച്ച് A4 ഷീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട് ബാഗിൽ. പിന്നെ എൻ്റെ ID കാർഡ് ഞാൻ പോരുന്ന വഴിക്ക് ഞാൻ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ID കാർഡ് ഉണ്ട്. പിന്നെ എൻ്റെ ചെറിയ കോയിൻ്റെ പൗച്ച് ഇട്ടാ. ബസ്സിലൊക്കെ നമ്മൾ കോയിൻസ് അല്ലേ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇങ്ങനത്തെ ഒരു കോയിൻ്റെ പൗച്ച്. പിന്നെന്താ, പിന്നെ ഒരു പെന്നുണ്ട്. പിന്നെ എൻ്റെ വാച്ച് ഉണ്ട്. വാച്ച് ഇതിൽ കിടക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പിന്നെ ടിഫിനാണ്, ടിഫിൻ ബോക്സ് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിലുണ്ട്. പിന്നെ എൻ്റെ ടിഫിൻ ബോക്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ കുറച്ച് എക്സ്ട്രാ പെന്നും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു 3 പേന, പിന്നെ കോയും, ഇതൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ എൻ്റെ വാലറ്റ്, ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ളതാണ്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ മോഡൽ പൗച്ച്. ഇത് നമുക്ക് ഭയങ്കര ഹാൻഡിയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ നമുക്ക് വെക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് കുറച്ച് കാശ് നമ്മൾ കയ്യിൽ ആക്ച്വലി വെക്കണം, പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വന്നാൽ. പിന്നെ എൻ്റെ ലൈസൻസ്, പിന്നെ എൻ്റെ BEd നവജ്യോതി കോളേജിലത്തെ കൺസെഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെമ്മറീസ്, പിന്നെ ഒരു പാരസെറ്റമോൾ ഉണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇത്രയൊക്കെ എൻ്റെ പൗച്ചിലകത്തുള്ളത്. ഓക്കെ, പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് എൻ്റെ വാലറ്റിനകത്തുള്ളത്. ഒന്നുമില്ല, എൻ്റെ ടിഫിനുണ്ടോ ഗൈസ്. അപ്പം അത് കെട്ടുന്ന പൗച്ചത്, അത് കെട്ടുന്ന ടവല്, പിന്നെ എൻ്റെ ഒരു ഹാൻഡ് കർച്ചീഫ് ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് നടന്ന് കോളേജിലേക്ക്, അതായത് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് കോളേജിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു വിധമാവും. അപ്പം ഞാനതൊക്കെ എടുത്ത് മുഖം തുടയ്ക്കാനായിട്ട് വേർത്ത് ഒലിച്ച് ഒരുവിധാവും. പിന്നെ ഞാനൊരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നും ഞാൻ ലിപ് ബാം ബാഗിലെടുത്ത് വെക്കെങ്കിലും കോളേജിൽ ചെന്നാൽ പിന്നെ ഇടലൊന്നുമില്ല. അത് അതിൽ തന്നെ കിടക്കുള്ളൂ. ഞാൻ പിന്നെ ഇടാറൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇത് കാണില്ലേ, ഇതിനകത്ത് നമ്മുടെ സാനിറ്ററി പാഡാണ് ഉള്ളത്. ഒരു പാഡ് ഞാനിപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. പിന്നെ ഒന്നുമില്ല. പിന്നെ ആക്സ് ഓയിൽ. കാരണം ആക്സ് ഓയിൽ എന്ന് പറയുമ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന കാര്യങ്ങളൊക്കെ വരാറുണ്ട്. മൈഗ്രെയിൻ്റെ സീനുള്ളത് കൊണ്ടൊക്കെ. അപ്പം തലവേദനയൊക്കെ പെട്ടെന്ന് വരാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഒരു സുഖത്തിന്, കുറച്ചേരത്തെ സുഖത്തിന് നമുക്കിത് പറ്റേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ബാഗിനകത്തുള്ളത്. സോ അപ്പോൾ ഇതാണ് എൻ്റെ വാട്ട്സ് ഇൻ മൈ കോളേജ് ബാഗ് വീഡിയോ. വളരെയധികം സാധനങ്ങളൊന്നും ഞാൻ
എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ബാഗിൽ ഉണ്ടാവാറ്. പിന്നെ കൊട ഉണ്ടാവാറുണ്ട്. കൊട ഞാനിന്ന് വന്നിട്ട് പിന്നെ ടേബിളിൽ വെച്ച് പോന്നു. സോ അത്രയൊക്കെ തന്നെ, വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ബൈ ഗൈസ്.